സന്തോഷം. നമ്മളെല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശക്തമായ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം ബന്ധ കർത്താവായ യേശുക്രിസ്തു വിലയുടെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായ സർവശക്തനായ ദൈവത്തെ നമുക്കിന്ന് പകൽക്കാലം പാടി ആരാധിക്കുവാൻ, നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം പറയുവാൻ കർത്താവിനെ സഹായിച്ച് കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ദൈവത്തിന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ശമേൽ ബാലം പ്രാർത്ഥിച്ച പോലെ യഹോവയെ അരുളി ചെയ്യണമേ, അടിയനെ കേൾക്കാം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്ന് ആരിയ്ക്കുമോ അവരോട് ദൈവം സംസാരിക്കും. റബ്ബറങ്കാലായിൽ ചിരട്ടകൾ പല നിലയിലാണ് കിടക്കുന്നത്. കമന്ന് കിടക്കുന്നുണ്ട്, ചരിഞ്ഞു കിടക്കുന്നുണ്ട്, നേരെ കിടക്കുന്നുണ്ട്. പക്ഷെ മഴ പെയ്യുമ്പോൾ അതെങ്ങനെ കിടക്കുന്നു എന്നനുസരിച്ചാണ് ഇത് വെള്ളം നിറയുന്നത്. ചരിഞ്ഞു കിടന്നാൽ പകുതിയെ വെള്ളം കാണത്തുള്ളൂ, കമന്ന് കിടന്നാൽ ഒരു വെള്ളം പോലും അകത്ത് കാണത്തില്ല, നേരെ നിന്നാൽ നിറഞ്ഞ് തുളുമ്പും. ഇത് ദൈവത്തിൻ്റെ അഭിമുഖമായി നേരെ നിന്നാൽ ദൈവത്തിന് സ്തോത്രം, നിന്നെ നിറച്ചേക്കാൻ നമുക്ക് ദൈവത്തിന് കഴിയും. ആലപ്പുഴയ്ക്കൊക്കെ ബോട്ടേ പണ്ട് ആലപ്പുഴയ്ക്കൊക്കെ ബോട്ടയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ബോട്ടേ പോകുമ്പം കാണുന്ന എനിക്കിഷ്ടം തോന്നിയ ഒരു കാഴ്ച, കരയ്ക്ക് നിൽക്കുന്ന പല തെങ്ങുകളും ചരിഞ്ഞ് എല്ലായിട്ടും ഇസഡായിട്ടും മേപ്പോട്ട് ഈ ആറ്റിലോട്ട് വളഞ്ഞു നിൽക്കുന്നത് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടില്ലെങ്കിൽ നാളെ ചങ്ങനാശ്ശേരി ചെന്ന് ബോട്ടൊക്കെ കയറി ആലപ്പുഴയ്ക്ക് പോകാമെങ്കിൽ ആ കാഴ്ച കാണാം. അവിടം വരെ പോകാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീരേറ്റം വഴി പോയാലും മതി, ആറ്റുതീരത്തെല്ലാം കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണത്. കരയ്ക്ക് നിൽക്കുന്ന തെങ്ങ് അത് വളഞ്ഞ് ഇങ്ങനെ മേപ്പോട്ട് നിൽക്കും. നമുക്കറിയാം, തെങ്ങ് എപ്പോഴും നേരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നേരെ മേപ്പോട്ട് വളരുന്നൊരു വൃക്ഷമാണ് തെങ്ങ്. അത്രയ്ക്ക് നല്ല കട്ടിയുള്ള സ്റ്റെമ്മുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ തെങ്ങ് ഈ കരയിൽ നിന്ന് വളഞ്ഞ് ആറ്റിലോട്ട് തിരിഞ്ഞിട്ട് മേപ്പോട്ട് പൊങ്ങി നിൽക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, കരയ്ക്ക് നിന്നാൽ ബാക്കി വൃക്ഷങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ സൂര്യപ്രകാശം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആറ്റിലോട്ടൊന്ന് ചരിയുകയാണെങ്കിൽ സൂര്യപ്രകാശം സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് കിട്ടും. അല്പം ചരിഞ്ഞാലും വേണ്ടില്ല, സൂര്യപ്രകാശം വേണമെന്ന് ആഗ്രഹിക്കുന്ന തെങ്ങുകൾ വളഞ്ഞ് മേപ്പോട്ട് നിൽക്കും. വല്ലതും പിടി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വിളിച്ച് നോക്കുന്നുണ്ട്. നാളെ പോയി നോക്കിയാൽ കൂടുതൽ വരുന്നതൊക്കെ മനസ്സിലാകും. ഒരു കാര്യം ഉറപ്പോടെ പറയാം, സൂര്യൻ ദൈവത്തിൻ്റെ തേജസ്, അഭിഷേകം, ദൈവത്തെ നിനക്ക് വേണമെങ്കിൽ, നീ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നീ ഒന്ന് തിരിയണം. എത്രമാത്രം തിരിയാമോ അത്രമാത്രം തിരിഞ്ഞാൽ നിന്നെ നിറച്ചയക്കാൻ നമ്മുടെ ദൈവശക്തനായ ദൈവമാണ്. നിന്നോട് സംസാരിക്കാൻ നമ്മുടെ ദൈവശക്തനാണ്. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ചിന്തിച്ച് വരുന്നത് ശിംശോൻ്റെ കാര്യമാണ്. അത് ഇന്ന് സംസാരിച്ച് ശേഷം അടുത്ത ആഴ്ചയിൽ വേറെ ആളുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിക്കുന്ന നല്ലതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 28 മുതൽ വാക്യം വായിച്ചാട്ടെ. ന്യായാധിപന്മാർ, ജഡ്ജസ് ചാപ്റ്റർ 16 വേഴ്സ് 28. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്തരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുതൂണും ഒന്ന് വലങ്കൈ കൊണ്ട്, യഹോവേ എന്നെ ഓർക്കണേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനു വേണ്ടി ഫെലിസ്തരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണേ. ശിംശോൻ്റെ ലാസ്റ്റ് പ്രെയറാണ്. ഒത്തിരി അതിശയങ്ങൾ അടയാളങ്ങൾ ചെയ്തവനാണ്. അവൻ മരിക്കുന്നതിന് മുമ്പേ ചെയ്ത ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന, ദൈവമേ ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണേ. ഇന്ന് പലക്കാലം നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ദൈവശക്തനാണ്. ശിംശോൻ്റെ ഭാഗത്ത് ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നെങ്കിലും അവൻ്റെ അവസാനത്തെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവത്തിനൊരു സ്തോത്രം. മനുഷ്യൻ പുറമേ കാണുന്ന പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത്. മനുഷ്യർ പുറമേ കണ്ട് വിധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ച കാണുകയാണ്.
ഞാൻ അതിനെക്കുറിച്ച് ഒടുങ്ങി പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് ശിംശോൻ്റെ സംഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഗുണപാഠങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമ്മൾ ശാന്തമായി ചിന്തിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒടുവിൽ ഈ കാര്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഒരു തലക്കെട്ട് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഒറ്റ വാക്കിലാണ്. നമ്മൾ പറയുന്നത് നാടഭാഷയാണ്. അതാണ് ഹെഡിങ്: സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. എല്ലാവരും ഇന്ന് പറഞ്ഞാട്ടെ, ശക്തിയായിട്ടെന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. സൂക്ഷിച്ചാൽ കെയർഫുള്ളാണെങ്കിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ശിംശോൻ്റെ ജീവിതത്തിൽ ശിംശോൻ സൂക്ഷിക്കേണ്ടതായിരുന്ന കാര്യങ്ങൾ 7 കാര്യങ്ങളാണുള്ളത്. 1, അവന് ദൈവം കൊടുത്ത ദർശനം അവൻ നഷ്ടമാക്കരുതായിരുന്നു. നിന്റെ ദർശനം ദൈവം തന്ന ദർശനം നീ നഷ്ടപ്പെടുത്തരുത്. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഓരോ ദർശനമുണ്ട്. ആ ദർശനത്തിനനുസരിച്ച് നീ വളരണം. ഒരു വൃക്ഷം നട്ടാൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്താൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഒരു വണ്ടി മേടിച്ചാൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ഏതു കാര്യത്തിൻ്റെ പുറകിലും അതിൻ്റെ ഉടമസ്ഥന് ഒരു ഉദ്ദേശമുണ്ട്. അതുപോലെ ദൈവത്തിനും നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ച് വളരുന്നില്ലെങ്കിൽ, നമ്മുടെ കുഞ്ഞിന് 90% മാർക്ക് കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, 60 കിട്ടിയുള്ളെങ്കിൽ എത്രമാത്രം വേദന നമുക്കുണ്ടാകും. ഒരു കുഞ്ഞിൻ്റെ മാർക്കിൻ്റെ കാര്യത്തിൽ അത്രയും ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ, രാജാവും കർത്താവുമായ സർവശക്തനായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്ത് പ്രതീക്ഷയെന്ന് അറിയാമോ? വലിയ പ്രതീക്ഷകളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ തോട്ടത്തിൽ നമ്മൾ നട്ടിരിക്കുമ്പോൾ അതിന് തടമെടുത്ത് നട്ട് വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തുമ്പോൾ യജമാനൻ ആഗ്രഹിക്കുന്നത് ഫലമില്ലാത്ത വൃക്ഷമല്ല, ഫലമുള്ള വൃക്ഷമാണ്. കർത്താവേ, ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, നീ എന്നെ ഒരു കൊച്ചു ജീവിതത്തിന് വേണ്ടി ഭൂമിയിലാക്കിയിട്ട് ഫലം തരാൻ എനിക്ക് ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല. കർത്താവേ, എന്നെക്കുറിച്ച് അങ്ങ് ആഗ്രഹിച്ച ദർശനം അനുസരിച്ച് എനിക്കൊന്നും ആകാൻ പറ്റിയിട്ടില്ല. കർത്താവേ, എന്നെ ആ ദർശനത്തിലേക്ക് നയിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് വരെ നടന്നില്ലെങ്കിലും ഇന്നും മുതൽ നിന്നെ നടത്താൻ ദൈവശക്തനാണ്. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പക്ഷേ ഇന്ന് ചില കെട്ടുകളൊക്കെ പൊട്ടിക്കാൻ പോവുകയാണ്. ചിലരെ ദർശനത്തിലേക്ക് മടക്കി വരുത്തുകയാണ്. ഇന്ന് വരെ നിനക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഒറ്റ സെക്കൻഡ് നിന്നെക്കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയും. ഒറ്റ കാര്യമുള്ളൂ, ആ പുതപ്പ് നിന്റെ മേലൊന്ന് വീഴണം. ആമേൻ. ആ പുതപ്പ്, ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശയുടെ മേൽ വീണപ്പോൾ അവൻ ആൾ മാറിയവനായി മാറി. ഇന്ന് ചിലരുടെ മേൽ പുതപ്പ് വീഴണം. പ്രവാചക ശിഷ്യന്മാർ ഒത്തിരി പേരുണ്ടായിരുന്നു, അവർക്കാർക്കും അത് കിട്ടിയില്ല. അവലോടെ പ്രവാചകന്റെ കൂടെ ഓടി നടന്ന എലീശയ്ക്ക് മാത്രമേ അത് കിട്ടിയുള്ളൂ. ഇന്ന് പകൽ ദൈവത്തോട് പറയണേ, കർത്താവേ, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദർശനത്തിനനുസരിച്ച് സുവിശേഷ വിലയാണോ അങ്ങനെ, കർത്താവിൻ്റെ കൊടുക്കാനാണോ അങ്ങനെ, ട്രാക്ടർ കൊടുക്കാനാണോ അങ്ങനെ, പ്രാർത്ഥിക്കാനാണോ അങ്ങനെ, കൃപാപര ശുശ്രൂഷകൾ വെളിപ്പെടുത്താനാണോ അങ്ങനെ, മുട്ടുമേ നിൽക്കാനാണോ അങ്ങനെ, ആരും അറിയാത്തവനായി ദൈവത്തുമായി സംസാരിക്കുന്ന ഒരു അനുഭവത്തിനാണോ അങ്ങനെ. ഒരു കാര്യം പറയാം, ശിംശോൻ ജനിക്കുന്നതിന് മുമ്പേ അവൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് അപ്പനോടും അമ്മയോടും ദൈവം വെളിപ്പെടുത്തിയതുപോലെ നിന്നെക്കുറിച്ചൊക്കെ നമ്മളെക്കുറിച്ചൊക്കെ ദൈവം ചില ദർശനങ്ങൾ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 50 വർഷമായിട്ടും 60 വർഷമായിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് ശാന്തമായി പറയാനുള്ളത്, ഞാൻ ഉണർവോടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് ശാന്തമായി പറയാനാണ്. ശാന്തമായി ശ്രദ്ധിച്ചോട്ടോ. കർത്താവേ, എന്നെക്കുറിച്ച് അങ്ങ് എന്താഗ്രഹിക്കുന്നു അതാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു വലിയ ഉന്നത പ്രാർത്ഥിക്കാനോ കണ്ടീഷൻ പ്രാർത്ഥിക്കാനോ പേപ്പറിൽ പേര് വിടുന്ന ആളോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളോ ആകണ്ട. കർത്താവേ, ആരും അറിയപ്പെടാത്തവനായി ഡേവിഡ് ലിവിസ്റ്റനെ പോലെ ആഫ്രിക്കയിൽ എരിഞ്ഞ് അടങ്ങിയതുപോലെ, മാർട്ടിൻ ലൂഥറിനെ പോലെ, ബില്ലി ഗ്രഹാമിനെ പോലെ, D.L. മൂഡിയെ പോലെ, സ്പർജനെ പോലെ, കർത്താവേ, അങ്ങനെ എവിടാക്കുന്നോ അമ്മയുടെ അടുക്കളയ്ക്കകത്താണെങ്കിലും ഒരു മുറിക്കകത്താണെങ്കിലും അങ്ങേക്ക് വേണ്ടി എരിഞ്ഞ് പ്രകാശിക്കുവാൻ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ തരണമേ എന്ന് ഇന്ന് കണ്ണുനീരോട് ആര് പ്രാർത്ഥിക്കുമോ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. കരമടിച്ചോറയ്ക്കൊരു നന്ദി പറഞ്ഞാട്ടെ. ദൈവം നമുക്ക് നൽകിയ ദർശനം നഷ്ടമാക്കരുത്.
ഞാൻ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് ഹൈക്കോടതിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ ചെറുപ്പക്കാരുമായിട്ട് പരിചയപ്പെട്ടു. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ്. അഭ്യസ്ത വിദ്യനാണ്, ജീവൻ കൊടുക്കാൻ നിൽക്കുക. അപ്പം ഞാൻ എന്നോട് സംസാരിച്ചൊരു 2 മണിക്കൂർ കിട്ടിയോട് സംസാരിക്കാണ്ട്. ഞാൻ ചോദിച്ചു, കുഞ്ഞേ, നീ ഇത്ര അഭ്യസ്ത വിദ്യനായ ഒരു ചെറുപ്പക്കാരനാണ്, രാഷ്ട്രീയ കൊലക്കേസുകൾ പ്രതികളായിട്ട് എത്രയോ തടിമിടുക്കുള്ള ചെറുപ്പക്കാർ 40-50 വർഷത്തെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൻ്റെ അകത്ത് കിടക്കുക. നല്ലൊരു ആയുസ് പാഴായിപ്പോയി. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ UK അയർലൻഡിലും ലണ്ടനിലും പഠിക്കുകയാണ്. അവർ ഗ്രാജുവേറ്റ് ചെയ്യുന്നു, അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അണികളെന്ന് പറയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ജയിലിൻ്റെ അകത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടും വാടക കൊലയാളികളുമായി അടിപിടി കേസിൽ അകപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി രക്തം കൊടുത്ത് നിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, കുഞ്ഞെ, നിൻ്റെ ജീവിതം നീ പാഴാക്കരുത്. എന്നെ പറഞ്ഞു, സാറേ, എനിക്ക് ഈ അടുത്തിടെയായി തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞു. പലതും കണ്ടും കേട്ടും തോന്നി തുടങ്ങി. എൻ്റെ പ്രിയമുള്ളവരെ, എനിക്കത് പറയാനുള്ളത്, പാഴാക്കല്ല ജീവിതം. ഒരായുസ് പാഴാക്കല്ലേ. ഇനി ഇവിടെ വന്ന് നമുക്കൊരു പരിപാടിയിൽ ഈ ഒറ്റ ആയുസേ ഉള്ളൂ. ഈ ആയുസ് യജമാനൻ എന്താണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതായി തീരാനായിട്ട് ജീവിതത്തെ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ദർശനം നഷ്ടപ്പെടുത്തില്ല. എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞേ, ദർശനം നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം, വിശുദ്ധി സംരക്ഷിക്കുക. ശിംശോനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ കാര്യമാണ് വിശുദ്ധി സംരക്ഷിക്കുക. വിശുദ്ധി സംരക്ഷിക്കണമെങ്കിൽ അതിന് നമ്മൾ വില കൊടുക്കണം. ഒഴുക്കിന് അനുകൂലമായി നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വില കൊടുക്കണം. ഒഴുക്കിന് കൂടെ നമ്മൾ ഒഴുകിപ്പോക്കോളും. ചില പേപ്പർ വായിച്ചാലും ഒരു കുഞ്ഞ് തിട്ടക്കൂടെ നടന്നു പോയപ്പോൾ കാല് വഴുതി ഓടയ്ക്കകത്ത് പോയി. ഒരു ഓട്ടോക്കാരൻ കണ്ടു, അതിവേഗം പാഞ്ഞു വന്ന വെള്ളത്തിനകത്തുകൂടെ കുഞ്ഞ് അതിവേഗം പാഞ്ഞപ്പോൾ ഓട്ടോക്കാരൻ ഓടയ്ക്കകത്ത് ചാടി ആ കുഞ്ഞിനെ രക്ഷിച്ചു. അപ്പോൾ വെള്ളത്തിൻ്റെ അനുകൂലമായിട്ട് കുഞ്ഞൊഴുകിപ്പോയി. 2 മിനിറ്റ് കഴിഞ്ഞതിനുള്ളിൽ ആ കുഞ്ഞ് ആറ്റിപ്പോയത് നിങ്ങളുടെ പേപ്പറിൽ വായിച്ചോ? അപ്പോൾ വെള്ളം ഒഴുകുമ്പോൾ അതിന് അനുകൂലമായിട്ട് ഒഴുകാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ തിരിച്ചൊഴുകണമെങ്കിൽ എഫർട്ട് എടുക്കണം. തിരിച്ച് നമ്മൾ ഒഴുകണമെങ്കിൽ തിരിച്ച് നീന്തണം. അങ്ങോട്ട് പോകാൻ, ഒഴുക്കിന് അനുകൂലമായി പോകാൻ ഒരു എഫർട്ടും വേണ്ട. തിരിച്ച് നീന്താൻ എഫർട്ട് വേണം. ലോകത്തിന് അനുകൂലമായി പോകാൻ നീ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. സ്പർജനോട് ചോദിച്ചു, ഒരു കുടിയനെ മനുഷ്യൻ ചോദിച്ചു, സാറേ, നരകത്തിൽ പോകാൻ എൻ്റെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ സ്പർജൻ പറഞ്ഞു, ഈ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ കറക്റ്റ് അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ പോകണോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ തിരിച്ച് നടക്കണം, U-turn എടുക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി U-turn എടുക്കുന്ന ഭക്തന്മാരെ ആ ദൈവത്തിന് ഇഷ്ടം. അത് അഭിനയമല്ല, അത് ലൈഫാണ്, ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ആമേൻ. വിശുദ്ധിക്ക് വേണ്ടി വി വിൽ ഹാവ് ടു ഫൈറ്റ്. വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതിനുവേണ്ടി വില കൊടുക്കണം. വില കൊടുത്താലേ ഒക്കത്തുള്ളൂ. പന്നി, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ്, പന്നി ചെളിക്കകത്ത് ഉരുളും, അതിനവിടെ കിടക്കുന്ന ഇഷ്ടം. പക്ഷെ ആടിൻ്റെ ദേഹത്തെ ചെളി പറ്റിയാൽ അത് ഇറിറ്റേറ്റഡ് ആകും, അത് കുടഞ്ഞ് കളയാൻ ശ്രമിക്കും. പാപത്തിന് അനുകൂലമായി നീന്താനുള്ളവരല്ല നമ്മൾ, പാപത്തിനെതിരായി നീന്താനുള്ളവരാണ്. വിശുദ്ധ ബൈബിളിൽ അതിനെതിരായി നീന്തിയൊരു ഭക്തനാണ് ജോസഫ്. പാപം വന്നപ്പോൾ പാപത്തിനെതിരായി സ്വന്തം തുണി പോലും നഷ്ടപ്പെടുത്തി ഇറങ്ങിയൊരു ഭക്തൻ. തൽക്കാലം ജയിലിൽ കിടക്കണമെന്ന് ലോകം അവനെ അപമാനിച്ചെങ്കിലും അവനെ കണ്ട ഒരു ദൈവമുണ്ടായിരുന്നു. ജോസഫിൻ്റെ ഭാഗം വായിക്കുമ്പോഴൊക്കെ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പൽക്കാലം ഞങ്ങളോട് ശാന്തമായി പറയട്ടെ, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി താഴ്മയോടെ നിന്നാൽ, സ്തോത്രം, നിന്റെ കൂടെ ദൈവമുണ്ടായിരിക്കും. കരമർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒത്തിരി ശബ്ദമുണ്ടാക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ശാന്തമായി പറയുകയാണ്. ഒറ്റയ്ക്ക് നിന്നാൽ, ആരും സഹായമില്ലാതെ വന്നാൽ, എല്ലാവരും കൈവിട്ടെന്ന് വന്നാൽ, ലോകം നിന്നെ ത്യജിച്ചെന്ന് പറഞ്ഞാൽ,
ടെൻഷൻ വേണ്ട, അല്പകാലത്തെ കഷ്ടങ്ങൾ സാരമില്ല. നിനക്ക് തക്ക സമയമാകുമ്പോൾ നിന്നെ കൈ പിടിച്ചുയർത്തുന്നൊരു ദൈവമുണ്ട്. എല്ലാവരും കൈ അടിച്ച് ഉറക്കൊരു സ്തോത്രം എന്ന് പറഞ്ഞോട്ടെ. വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, പാപത്തോട് അകലം പാലിക്കണം. ശിംശോന്റെ പാഠം, ഞാൻ ആ ശിംശോന്റെ കഥ ഇനി വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ പാഠം മാത്രം പറയാം. ആരും ദയവായിട്ട് ഉറങ്ങില്ലെന്ന് ഉറപ്പിക്കുകയാണ്. വളരെ ഗൗരവമായ കാര്യം പറയുമ്പോൾ കണ്ണടച്ചുകൊണ്ടിരിക്കരുത്. അവരുടെ പേര് പറഞ്ഞ് ഞാൻ എഴുന്നേപ്പിച്ച് നിർത്തും. സീരിയസ് ആയിട്ട് പറയുകയാണ്, പേര് പറഞ്ഞ് എഴുന്നേപ്പിച്ച് നിർത്തുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിന് യാതൊരു മടിയില്ല. വീഡിയോക്കകത്ത് വരും, ലോകം മുഴുവൻ കാണും. അതുകൊണ്ട് കണ്ണ് തുറന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി കാണണം. വളരെ സീരിയസ് ആയ കാര്യമാണ്. നമ്മുടെ ഹെഡിങ് എന്താ? സൂക്ഷിച്ചാൽ ഉറക്കെ പറ, സൂക്ഷിക്കണ്ട. ശിംശോൻ സൂക്ഷിച്ചിരുന്നെങ്കിൽ അവൻ്റെ ദർശനം നഷ്ടമാക്കാതിരിക്കാമായിരുന്നു. ശിംശോൻ അവനിൽ ദൈവം പകരുന്ന വിശുദ്ധി അവൻ സംരക്ഷിക്കാമായിരുന്നു. അവൻ സംരക്ഷിച്ചില്ല. 3, അവൻ പാപത്തോട് അകലം പാലിച്ചില്ല. അവൻ്റെ ഇഷ്ടമുള്ള വഴിയിലേക്ക് പോയി. അപ്പനും അമ്മയും പറഞ്ഞ് അവൻ അനുസരിച്ചില്ല. തിമ്നയെ ചെന്നപ്പോൾ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. എവിടെ ചെന്നാലും ഓരോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവന്. അപ്പനും അമ്മയും അവനെ ഉപദേശിക്കുമ്പോൾ അവൻ പറയുന്നത്, അപ്പനും അമ്മയ്ക്ക് എന്നാ അറിയാം, നിങ്ങളൊക്കെ പഴയ തലമുറ, ഞങ്ങൾ ന്യൂ ജനറേഷനാണ്. അന്ന് മൊബൈൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നു, വാട്സപ്പ് ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, ഒന്നുമില്ലാന്നല്ലോ. ഞങ്ങളുടെ കാലം വേറെയാ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. കുഞ്ഞെ കാലമെല്ലാം ഒന്നാ. എല്ലാ കാലത്തേക്കും എഴുതിയതാണ് വിശുദ്ധ ബൈബിൾ. ഏതു കാലഘട്ടത്തിലും വായിക്കാൻ കഴിയുന്നതാണ് വിശുദ്ധ ബൈബിൾ. ഇന്നലത്തെ മനോരമ പത്രം ഇന്ന് വായിക്കാനല്ല, ഇന്ന് പൊതിയാനാണ് ഉപയോഗിക്കുന്നത്. മിനിഞ്ഞാന്നിറക്കിയ കഥപുസ്തകം ഇന്ന് വായിക്കാനല്ല, അത് തൂക്കി വിൽക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ തൂക്കി വിൽക്കാൻ ഒക്കാത്ത ഒറ്റ പുസ്തകമേ ഉള്ളൂ, ആ സത്യവേദ പുസ്തകമാണ്. കൈയടിച്ചുറക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. ഈ സത്യവേദ പുസ്തകത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ആമേൻ. ആദ്യനും അന്ത്യനുമായ സർവശക്തനായ ദൈവത്തോളം ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. പാപത്തോട് അകലം പാലിച്ചു വേണം. ഹവ്വ പാപത്തോട് അകലം പാലിക്കാഞ്ഞോണ്ടല്ലേ നമ്മൾ ഈ ശിക്ഷ മുഴുവൻ അനുഭവിച്ചത്. തിന്നരെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം അവൾ തിന്നു. ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിട്ട് അവൾക്ക് തോന്നി, പാമ്പിനും തോന്നി, നമുക്കും തോന്നാം. പക്ഷേ ദൈവത്തിന് ചെറിയ മിസ്റ്റേക്ക് അല്ല, അത് അനുസരണക്കേടാണ്. നമ്മൾ ചെറുതെന്ന് കരുതുന്നതാണ് വലുതായി ദൈവം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം എപ്പോഴും എല്ലാവരും ഓർത്തണം, പാപത്തിന് ഒരു തകർച്ചയുണ്ട്. എന്താ ഉണ്ട്? പറ, ഉറക്ക പറ, ചൂട് ശക്തിയുണ്ടെന്ന് പറഞ്ഞേ. ഏത് പാപത്തിനും ഒരു തകർച്ചയുണ്ട്, പക്ഷെ വിശുദ്ധിക്ക് അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തിയോട് പഠിച്ചു നോക്കിക്കേ, ഏത് പാപം ചെയ്തവന് തകർച്ചയിലേക്കാണ് പോയത്. അതിൻ്റെ ഉദാഹരണമല്ലേ ശിംശോൻ. വിശുദ്ധിക്ക് എപ്പോഴും എന്തുണ്ട്? ഒരു അനുഗ്രഹമുണ്ട്. പാപത്തിന് തകർച്ച വേണോ, വിശുദ്ധിയുടെ അനുഗ്രഹം വേണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, പാപത്തോടെ അകലം പാലിക്കുക. 3 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് ദർശനം നഷ്ടമാക്കാതിരിക്കുക. 2 വിശുദ്ധി സംരക്ഷിക്കുക. 3 പാപത്തോട് അകലം പാലിക്കുവാൻ ശിംശോൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. 4 കാര്യം, വികാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യനൊരു വികാര ജീവിയാണ്. വികാരങ്ങളുണ്ടാകും. വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ തോന്നലുകളാണ്. ആ തോന്നലുകൾ ശരിയാണെന്ന് നമുക്ക് തോന്നും. എനിക്ക് 90% മാർക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. പഠിക്കാതെ എങ്ങനെയാണ് തോന്നുന്നത്? 24 മണിക്കൂർ ഉറങ്ങിയിട്ട് 90 കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുമോ കുഞ്ഞുങ്ങളെ? കിട്ടുമോ മക്കളെ? ഇല്ല. അതിന് നമ്മളെ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ. റിസൾട്ട് അറിയുമ്പോഴേ പിള്ളേരെല്ലാം പറയും, അയ്യോ പഠിക്കേണ്ടത് എന്നെ പറയാനാ, പഠിക്കേണ്ടതായിരുന്നു. അന്നേരം ഒത്തില്ല. അന്നേരം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഞാൻ നാട്ടിൽ അച്ഛനെ ബസ്സിൻ്റെ ഓണടി കട്ടാലേ അതേ ഉടുപ്പിട്ട് റോഡിൽ ഇറങ്ങത്തുള്ളൂ.
റോഡ് സൈഡിലെ വീട്. ബസ്സിൻ്റെ ഓണടി കേട്ടാലേ പുള്ളി ഉടുപ്പെടുത്തുള്ളൂ, ഓടി വരുന്നത്. അങ്ങനെ ശീലിച്ചു പോയി. ഒരു പ്രാവശ്യം അച്ഛനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു, ധൃതി വെച്ചിട്ടു. ഇട്ടത് അമ്മച്ചിയുടെ ചട്ടയായിരുന്നു. ചട്ടയിട്ടോണ്ട് ഓടി വന്ന് കൈ കാണിച്ചപ്പോൾ വണ്ടി വിട്ടുപോയി. വണ്ടി വിട്ടുപോയിട്ടും പുള്ളിക്ക് മനസ്സിലാകുന്നില്ല വണ്ടി പോയത്. പുള്ളിയുടെ വിചാരം വണ്ടി വരിക, അത് കൈ വിട്ടിട്ടുകൊണ്ടിരിക്കുക. ഉടനെ റോഡിൽ കൂടെ പറഞ്ഞ് ചെറുക്കൻ പറഞ്ഞു, അപ്പച്ചാ വണ്ടി പോയപ്പച്ചാ. ഇല്ലടാ വരികയാടാ. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ബുദ്ധിയോടും ഓർമ്മയോടും കഴിവോടും ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനെ നമ്മൾ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. വികാരങ്ങൾ, കൊലപാതകങ്ങളൊക്കെ കൂടുതലും വികാരങ്ങൾക്കകത്ത് വരുന്നതാണ്. ഈ 2-3 കൊലപാതകങ്ങൾ ഞാൻ വായിച്ചു, പേപ്പറിൽ ഞാൻ എല്ലാ ന്യൂസും ശ്രദ്ധിക്കാറുണ്ട്. സംശയം വന്ന് ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. അതിനകത്ത് പ്രത്യേകം ചെയ്തിട്ടുണ്ട്, അതിൽ അങ്ങനൊരു കാര്യമില്ലായിരുന്നു. പക്ഷെ മനുഷ്യൻ്റെ സംശയമുണ്ടായും. അകത്ത് സാത്താൻ കയറി ബന്ധിക്കുകയാണ്. ചുമ്മാതിരിക്കുന്ന മനുഷ്യൻ്റെ അകത്ത് സംശയം വരുത്തും. എന്തേലും കാര്യം കാണും, ചുമ്മാ തോന്നി എന്തേലും കാര്യം കാണും. അവളെന്നോട് മിണ്ടാത്തതന്നെ എന്തേലും കാര്യം കാണും. എന്നെ നോക്കാത്തതന്നെ എന്തേലും കാര്യം കാണും. എന്നെ പഴയ പോലെ ശ്രദ്ധിക്കുന്നില്ല, എന്തേലും കാര്യം കാണും. പാസ്റ്റർക്ക് എന്നോട് പണ്ടത്തെ പോലെ സ്നേഹം ഇല്ല, അച്ഛന് പഴയ പോലെ സ്നേഹം ഇല്ല, അമ്മയ്ക്ക് ഭാര്യയ്ക്ക് എന്നോട് അതുപോലെ സ്നേഹം ഇല്ല, പിള്ളേർക്ക് തോന്നുന്നു പപ്പായ്ക്ക് മമ്മിക്ക് എന്നോട് അത്രയും സ്നേഹം പഴയ പോലെ ഇല്ല, അവളോടാ സ്നേഹം, എന്നോട് സ്നേഹമില്ല. അവളെ വിളിച്ച് 2 കൊടുത്തപ്പോൾ എനിക്ക് 1 ഉമ്മേ തന്നുള്ളൂ. സാംസ്കാരിക സാർ കഴിഞ്ഞ ക്ലാസ് എടുത്ത് പറഞ്ഞല്ലോ, ആ കുഞ്ഞിനെ കൊണ്ട് ക്ലാസ്സിൽ കയറ്റി ബസ്സിൽ കയറ്റി വിട്ടിട്ട് പോകുമ്പോൾ എല്ലാ പേരൻസും കൈ വീശുമ്പോൾ ഒരു കുട്ടിയുടെ അപ്പം മാത്രം കൈവീശിയില്ല. അത് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വേദനയായിട്ട് കിടന്നു. കാലങ്ങളെ കഴിഞ്ഞ് വിഷമമായി കിടന്ന് അത് മനസ്സിൽ വളർന്ന് വന്നപ്പോൾ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ അടുത്ത ട്രെയിൻ പിടിച്ച് ജോലിക്ക് വേണ്ടി ഓടുക. കുഞ്ഞിനെ സ്നേഹിക്കാൻ കൈ കാണിച്ചുകൊണ്ടിരുന്ന ജോലിക്ക് സമയത്ത് എല്ലാവരും ഒക്കെ അതിന് ഓടുകയായിരുന്നു. സ്നേഹം കുറഞ്ഞിട്ടല്ല. നമ്മുടെ തോന്നലുകളെല്ലാം ഇന്ന് മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ വികാരങ്ങളും തോന്നലുകളും അവനെ കൊണ്ടുവന്ന് ചാടിക്കുന്നത് അബദ്ധത്തിലാണ്. പ്രിയമുള്ളവരെ, ദൈവികമല്ലാത്ത തോന്നലുകളൊക്കെ മാറാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഉറക്കം കുറയുമ്പോഴാണ് തോന്നൽ കൂടുന്നത്. രാത്രി ചില അപ്പച്ചന്മാരും അമ്മച്ചിമാർക്കൊന്നും ഉറക്കമില്ല. പിള്ളേർക്ക് ഇപ്പോൾ ഉറക്കം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വേറെ കാരണമുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പം ഈ തോന്നലുകൾ കൂടിക്കൂടി വരുമ്പോഴത്തേക്ക് മറ്റ് ചിന്തകൾ മാറിയിട്ട് നമ്മുടെ ചിന്തകൾ വേറെ ലെവലൊക്കെ സാധാരണ നമ്മളെ കൊണ്ടുപോകും. നല്ലൊരു പാട്ടുമൊക്കെ പാടി ആരാധിച്ച് പ്രാർത്ഥിച്ചൊക്കെ കടന്നു കഴിയുമ്പോൾ, ഭജനം ധ്യാനിച്ച് കഴിയുമ്പോൾ, നല്ല മെസ്സേജൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അകത്തൊക്കെ നല്ല തോന്നലുകൾ ദൈവം കൊണ്ടുതരും, ഒരു അഭിഷേകം ദൈവം കൊണ്ടുതരും. ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, ഭാവിയിൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ മറ്റ് പ്രവാചകന്മാർക്കൂടല്ല, നിന്നിൽ കൂടെ തന്നെ ദൈവം വെളിപ്പെടുത്തി തരും. ഉറപ്പാ. KSM പൗരുഷനിലെ യൂത്തിന് വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ 5 പിള്ളേർ ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു, തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ അവരെൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഒരു മോളിൽ പെന്തിക്കോസ് അനുഭവമുള്ള കൊച്ചും ബാക്കിയുള്ളത് അതില്ലാത്ത കുഞ്ഞുങ്ങളുമാണ്, മറ്റു മതസ്ഥരായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വന്നത്. അപ്പോൾ ആ കൊണ്ടുവന്ന ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എവിടെ ഭയങ്കര ടെൻഷനില്ല. ഞാൻ ചോദിച്ചാൽ എന്നെ പറ്റി. എവിടെ കൈ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ആക്സിഡൻറ്റിൽ മരിക്കുന്നു റോഡിൽ. അപ്പോൾ ഞാൻ ആ കൊച്ചിനെ മൊത്തത്തോടെ നോക്കി, മുഖമൊക്കെ ഭയങ്കര ഭീമമായിട്ട് നമുക്കതിനെ നമ്മൾ നോക്കുന്നത് കണ്ട പേടി വരും. അതുപോലെ പേടിച്ചാണ് ഇരിക്കുന്നത്. ആക്സിഡൻറ്റിൽ മരിക്കുന്ന ആ ഒരു സ്വപ്നം കണ്ടിരിക്കുക. അന്നേരം തൊട്ട് അവർക്ക് റെസ്റ്റ്ലെസ് ആയിരിക്കുകയാണ്. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ നീ രക്ഷപ്പെട്ടടി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മുഖത്തൊരു ചിരി വന്നു. അതെന്നെ അങ്കിളെ, ഞാൻ പറഞ്ഞു നേരത്തെ കാണിക്കുന്നതൊന്നും നടക്കത്തില്ല, അത് പ്രാർത്ഥിച്ച് മാറ്റാൻ വേണ്ടി ദൈവം തന്നതാണ്. അയ്യോ അങ്ങനെയാണോ അങ്കിളെ? ഞാൻ ഒരാഴ്ചയായി ഉറങ്ങിട്ടെ. നിങ്ങൾ ഓർത്തോണം, ദൈവം എന്തേലും കാര്യങ്ങൾ അപകടകരമായി നിങ്ങളെ നേരത്തെ കാണിച്ചാൽ അതിനുവേണ്ടി ചുമ്മാ നടന്നിട്ട് കാര്യമില്ല, പ്രാർത്ഥിക്കണം. ആ വിഷയത്തിന്മേൽ മുട്ടുകുത്തി നീ ഉപവസിച്ച് ഒരു നേരമെങ്കിലും കർത്താവെ ഞാൻ ഇന്നലെ രാത്രി അത് കണ്ടു, അത് എൻ്റെ വീട്ടിൽ നടക്കല്ലേ കർത്താവേ എന്ന് നീ ഒന്ന് ആത്മാർത്ഥമായി ഒരു തുള്ളി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ആ അപകടം ദൈവം മാറ്റിത്തരും. കൈ അടിച്ച് ഉറക്ക സ്വാതന്ത്ര്യം പറയുന്നു. ആൾക്കാരും ഒരു വിടുതൽ നടക്കട്ടെ.
റബലദല ഔഡബ ലക്ഷ സമ്പൽ ഖലാദല റൗഡദ ലക്ഷസി. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് പൽക്കാലം നിങ്ങളോട് എനിക്ക് പറയാനൊരു ദൂതുണ്ട്. കാലാകാലങ്ങളിൽ നാട്ടുകാർ പറഞ്ഞതും വീട്ടുകാർ പറഞ്ഞതും ബന്ധക്കാരും ചാർച്ചക്കാരും പറഞ്ഞതും നീ കണ്ട സ്വപ്നങ്ങളും നീ കണ്ടതായ പേടിപ്പിക്കുന്ന അനുഭവങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ തിരുത്താനപ്പോൾ നിന്നെ വേട്ടയാടി നീ ഇന്ന് ഒരു മൂഡ് ഔട്ടിൽ മെന്റൽ ഡിപ്രഷനിലായിരിക്കുകയാണ്. അത് തലമുറയായി ശരീരമായി കുടുംബമായി കുടുംബമായി നീ തകർച്ചയുടെ വക്കിലാണ്. ഇന്ന് നിന്നോട് പറയാൻ എനിക്കൊരു ദൂതുണ്ട്. ദൈവം നിന്റെ പേരയ്ക്കകത്ത് ഇന്ന് പാർക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ ഇരുണ്ട മുറിക്കകത്ത് ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നിന്റെ വീട്ടിൽ സംഭവിക്കത്തില്ല. നീ സ്വപ്നം കാണുന്ന ആ ദുസ്വപ്നം നിന്റെ വീട്ടിൽ നടക്കത്തില്ല. അതിനെ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ദൂതായി നീ ഏറ്റെടുത്തോണം. കാറ്റടിക്കുമ്പോൾ കാർമേഘങ്ങൾ ഓടി മറിയുന്നത് പോലെ നിന്റെ കുടുംബത്തെയും തലമുറ വിഴുങ്ങാനായി ആമേൻ വട്ടം ചുറ്റി നിൽക്കുന്ന ചില ആമേൻ അന്ധകാര വ്യാപാരങ്ങൾ അമിക്കയറുകൾ ഇന്നത്തെ ആരാധനയിൽ യേശുവിന്റെ നാമത്തിൽ അതിന് കെട്ടുപൊട്ടിക്കുക ദൈവം. അത് നിനക്ക് ഭവിക്കത്തില്ല. അത് നിന്റെ തലമുറയ്ക്ക് ഭവിക്കത്തില്ല. അത് നിന്റെ വീട്ടിൽ നടക്കത്തില്ല. നമ്മുടെ ദൈവത്തിന്റെ ഒരു പേര് ഒഴിവാക്കി തരുന്ന ദൈവം. ആന്റി, ദൈവം ഒഴിവാക്കി തരുന്ന ദൈവം. ഒഴിവാക്കി തരുന്ന ദൈവം. നീ ഇവിടെ വന്നിരിക്കുന്നത് ഒഴിവാക്കി തന്നുകൊണ്ടാണ്. ഡോക്ടർ റിസൾട്ട് വായിച്ചപ്പോൾ നീ ഞെട്ടിപ്പോയി. പക്ഷെ മാറാ രോഗത്തെ ഒഴിവാക്കി തന്നു. നീ ബ്രേക്ക് ആഞ്ഞ് ചവിട്ടിയത് കൊണ്ടോ നീ സ്റ്റിയറിംഗ് പിടിച്ചോണ്ടോ അല്ല നീ രക്ഷപ്പെട്ടത്, ഒഴിവാക്കി തന്നത് കൊണ്ടാണ്. ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്കും ബഥേലിലേക്കും മടങ്ങി വരുന്ന യാക്കോബിന് രണ്ട് പേടിയായിരുന്നു, രണ്ട് ഭയം. ഒന്ന് ലാബാൻ, മറ്റൊന്ന് ഏശാവ്. എല്ലാ മനുഷ്യ ജീവിതത്തിൽ രണ്ട് ബന്ധനങ്ങളുണ്ട്. ഇതിന് നന്മയെ തടയുന്ന രണ്ട് ശക്തികൾ. ലാബാന്യ ശക്തികളുണ്ട്, ഏശാവ് ശക്തികളുണ്ട്. ലാബാന്റെ ശക്തി ആമേൻ അത് മിസ്രൈമിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഏശാവിന്റെ ശക്തി പേരയ്ക്കകത്തുന്ന റബല റഷസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. 20 വർഷമായി പേടിക്കുന്ന രണ്ട് ഭയങ്ങൾ, 20 വർഷമായി ഭയപ്പെടുത്തി നിൽക്കുന്ന ഭയങ്ങൾ. ആ ഭയവുമായിട്ടാണ് സമ്പത്തുമായി
യാക്കോബ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. രാത്രി തമ്പടിച്ചു കിടക്കുമ്പോൾ ഒന്നാമത്തെ ഭയം കയറി പിടിക്കാൻ അടുത്ത് വരികയാണ്, ലാബാന്യ ശക്തി. ഇന്ന് പോൽക്കാലം ദൈവം പറയുന്നു, ഇത് ആത്മീയമായ ദൂതാണ്. നിന്നെ കടന്നു പിടിക്കാൻ വരുന്ന ലാബാന്യ ശക്തികൾ പ്രബലതല രക്ഷസേ ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രബലതല രൗഡബലക്ഷസേ നീ ക്ഷീണിച്ചു കിടക്കുമ്പോൾ, നീ തളർന്ന് കിടക്കുമ്പോൾ, റൗഡതലേ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ ഉറങ്ങിയാലും നിന്റെ ദൈവം ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ പറഞ്ഞു, ഉറങ്ങത്തില്ല, മയങ്ങത്തില്ല, അവൻ്റെ ഉറക്കം തൂങ്ങത്തില്ല, നിന്റെ വിടുതൽ അവൻ്റെ കയ്യില്ല. സ്തോത്രം, 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 സ്തോത്രം. എത്ര പക്കത്തിൽ മനസ്സിലാകുന്നുള്ളൂ ഞാൻ ഈ പറയുന്നത്. ഓ റാ പാ റാ ബാ. ഇന്ന് പലക്കാലം ഞാൻ ആത്മാവിൽ ശക്തമായി പ്രവചിച്ച് പറയട്ടെ, നീ നേടിയതൊന്നും നിന്റെ മിടുക്കൊണ്ടല്ല, നീ സമ്പാദിച്ചതൊന്നും നിന്റെ മിടുക്കൊണ്ടല്ല, നീ ഇവിടെ വരെ വന്നാ നിന്റെ മിടുക്കൊണ്ടല്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവരായി ഉറങ്ങാത്തവരായി നിനക്ക് വേണ്ടി ഇറങ്ങി വന്നതാണെന്ന് ഇന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കഴിവെന്നോ എൻ്റെ മിടുക്കെന്നോ പറഞ്ഞ് നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ തീർന്നു. അങ്ങനെ നടന്നവരൊക്കെ എന്തായെന്ന് ഞാൻ പറയണ്ടല്ലോ പ്രിയമുള്ളവരെ. സ്വന്തം കഴിവും മിടുക്കും കൊണ്ടൊക്കെ വെച്ച് അവൻ എല്ലാം നേടിയെടുത്തിട്ട് അവസാനം വചനത്തിൽ നിന്ന് മാറിപ്പോയിട്ട് അവസാനം ദൈവം അവരെ പഠിപ്പിച്ച പാഠങ്ങൾ എത്ര വലുതാ, ഇനി പഠിപ്പിക്കാനിരിക്കുന്ന പാഠങ്ങൾ എത്ര വലുതാ. അത് നമുക്ക് ബുദ്ധിയുപദേശമായി വന്നിരിക്കുകയാണ്. അതാ ശിംശോന്റെ കാര്യം ഞാൻ ഗൗരവമായി വീണ്ടും വീണ്ടും പറയുന്നത്. ആമേൻ, നമുക്ക് പഠിക്കാൻ പാഠങ്ങളുണ്ട്. എനിക്ക് യാക്കോബിന്റെ കാര്യത്തിൽ എനിക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യം, ദൈവം സ്വപ്നത്തിൽ ലാബാനോട് ഇടപെട്ടു. ഓ, അതാണ് എൻ്റെ സന്തോഷം. ലാബാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം ഉറങ്ങാതെ ലാബാൻ്റെ അകത്ത് കയറിയിരിക്കുക. സ്വപ്നം കൊടുത്തിട്ട് പറയുകയാണ്, എൻ്റെ ദാസനായ യാക്കോന് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും പറഞ്ഞ വിവരം അറിയുമെന്ന്. ആരാ? പോലീസുകാരനല്ല പറയുന്നത്, SI അല്ല പറയുന്നത്, സർവശക്തനായ ദൈവമാണ്. 20 വർഷത്തെ നിന്റെ നന്മ അപഹരിക്കാൻ, നിന്റെ നന്മകളെ ഇല്ലാതാക്കാൻ, തലമുറ റാഞ്ചിക്കൊണ്ടു പോകുവാൻ, നിന്നെ വട്ടപൂജ്യമാക്കി മാറ്റാൻ വ്യാപരിച്ചു നിൽക്കുന്ന ലാബാന്യ ശക്തികള് ഉറക്കം കെടുത്തി ശബ്ദമയച്ച് യാക്കോബിനെ മാനിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. എല്ലാവരും അല്പസം കൈയടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഒരു വിടുതലൊന്ന് വ്യാപരിക്കട്ടെ. ആരാധന നടുവിൽ വിടുതലുണ്ട് കേട്ടോ, ആരാധന നടുവിൽ വിടുതലുണ്ട്. എല്ലാവരും കൈയടിച്ച് ദൈവത്തെ ഒന്ന് സ്വന്തം പറഞ്ഞാട്ടെ. റീബല ബൗഡ.
ദീർഘനാളുകളായി വാണുകൊണ്ടിരിക്കുന്ന ചില പാരമ്പര്യ ശക്തികൾ വചനത്തിന് മുമ്പിൽ ആരും നിങ്ങളുടെ തലയെ കൈവെക്കാതെ തന്നെ പൗലോസ് ശീലാസ് കാരാതി പാടി ആരാധിച്ചപ്പോൾ അവരെ കയ്യിലെ ചങ്ങല മാത്രമല്ല പോയത്, മറ്റുള്ള തടവുകാരെ ചങ്ങല അഴിഞ്ഞു മാറി. ഇവിടെ നീ കൈയടിച്ച് ആരാധിക്കുമ്പോൾ UK-യിലും അയർലൻഡിലും ന്യൂസിലൻഡിലും അമേരിക്കയിലും കാനഡയിലും നോർത്ത് ഇന്ത്യയിലും ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടും. ഈ ലൈവ് കാണുന്ന ചില പ്രിയപ്പെട്ടവരെ പോരാട്ടങ്ങളധികം അഴിക്കുകയാണ്. ചില തടസ്സവാദങ്ങൾ അഴിയുകയാണ്. വിട്ടുകൊടുക്കാതെ ആരാധിക്കേണ്ട സുഹൃത്തുക്കളെ, ഇതൊരു ആരാധന, നമ്മുടെ ഉത്സവമാണിത്. നമ്മൾ ഉത്സവത്തിൽ അടച്ചിരിക്കല്ലേ. നിന്നെ ഉണ്ടാക്കാവുന്ന ശബ്ദത്തിൽ നീ ദൈവത്തിന് സ്തോത്രം പറയണം. അടുത്തിരിക്കുന്നവർ കേൾക്കട്ടെ നീ സ്തോത്രം പറയുന്നത്, അടുത്തിരിക്കുന്നവർ കാണട്ടെ നീ കൈ അടിക്കുന്നത്. ഇന്നൊരു കെട്ട് പൊട്ടിയിട്ട് നീ പോകാവൂ. എത്ര നാളായി നീ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇന്ന് നിന്റെ വിടുതലിന്റെ പകലാണ്. എല്ലാ ലാഭാന്യ ശക്തികളും ഇന്ന് പകൽ അഴിയണം, 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 അഴിയണം. നീ ഇന്ന് ശരിക്ക് ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ ഒരു കാര്യം ഉറപ്പോടെ പറയാം, ഇന്നും നീ കൊണ്ടുവന്ന പ്രാർത്ഥനാ വിഷയവുമായിട്ട് ഇനിയും വരേണ്ടി വരത്തില്ല. ഇന്ന് അതിൻ്റെ അന്തം ദൈവം വരുത്തും. കോടതി കുരുങ്ങിക്കിടക്കുന്നത്, വക്കീല് കുരുക്കിയിട്ടത്, അയൽവക്കക്കാർ ബന്ധിച്ചിട്ടത്, പൂജാരിമാർ തകർത്തിട്ടത്, അസൂയയുടെ കണ്ണുകൊണ്ട് നിന്നെ മൂടിക്കളഞ്ഞത്, പാരമ്പര്യമായി വാണ്ടുകൊണ്ടിരിക്കുന്ന ചില ദുഷ്ടവ്യാപാരങ്ങൾ, ഇന്നത്തെ ആരാധനയിൽ കെട്ടുപൊട്ടുകയാണ്. നിന്റെ പണം ആശുപത്രിയിൽ പോകാൻ പാടില്ല. രക്തം ജയമെടുക്കട്ടെ, അത് പോകാൻ പാടില്ല. ആ ഡോക്ടർക്കുള്ളതല്ല, നിനക്കുള്ളതാ. അത് നിന്റെ തലമുറയ്ക്കുള്ളതാ. യേശുവിന്റെ നാമത്തിൽ നീ അത് ഏറ്റെടുക്കണം. സ്തോത്ര 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 സ്തോത്രം. എന്റെ ദാസനായ യാക്കോബിന്റെ മേൽ നീ കൈനീട്ടല്ലേ. അവനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിക്കാൻ നീ സൂക്ഷിച്ചോണം. യാക്കോബുമായി ലാബാൻ കണ്ടപ്പോൾ ലാബാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിന്റെ ദൈവമായ യഹോവ കഴിഞ്ഞ രാത്രി എൻ്റെ അടുക്ക വന്നില്ലായിരുന്നേ ഞാൻ നിന്നെ പപ്പടമാക്കിയനെന്നാ. അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ തവിട്ടുപൊടിയാക്കിയന്. നിന്റെ ദൈവം ഉണ്ടല്ലോ, ആദ്യം അത് ലാബാനും മനസ്സിലായി. വല്ലതും പിടി കിട്ടിയോ? നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് മനസ്സിലാകും നിന്റെ ദൈവം ആരാണെന്ന്. ദുസ്വപ്നമല്ല, യാക്കോബിന്റെ ദൈവമാണെന്ന് ലാബാന് പിടികിട്ടി. 20 വർഷക്കാലം ലാബാന്റെ വീട്ടിൽ താമസിച്ചപ്പോൾ അമ്മായിപ്പൻ ഒരു കാര്യം മനസ്സിലായി, മരുമോനൊരു ദൈവം ഉണ്ടെന്ന്. പിടികിട്ടിയില്ലേ? 20 വർഷം വീട്ടിൽ പാർത്തപ്പോൾ അമ്മായിപ്പന് പിടികിട്ടി, എൻ്റെ മരുമോനൊരു ദൈവമുണ്ട്. അവനെ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ദൈവമല്ല, അവൻ്റെ ദൈവമാണ്. ലാബാന്റെ വീട്ടിൽ പാർത്താലും നിന്റെ ദൈവം നിന്നെ കൺട്രോൾ ചെയ്യും. അമ്പലത്തിൻ്റെ അകത്ത് നീ പാർത്താലും നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണെങ്കിലും ഇന്ദു പോലെ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ആ ശക്തിക്ക് മീതയാ നിന്റെ ദൈവം. ഇവിടുത്തെ ഏത് അമ്പല ശക്തിയുടെ മേളിലും എന്റെ ദൈവം വാഴുന്നത്. അവനാണ് അത്യുന്നതൻ, അവനാണ് മഹോന്നതൻ, അവനാണ് സർവ്വവ്യാപി, അവനാണ് സർവശക്തൻ. അവനെ പോലെ പേര് പറയാൻ ആരുമില്ല. omnipotent, omnipresent, സർവ്വവ്യാപി, സർവശക്തൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കാണാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവൻ.
ഓ ഓ പോരാ പോരാ പോരാ. ഓ റബ, ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഓ റബ റബല റബ, ആ ദൈവത്തെ നീ അങ്ങ് മനസ്സിലാക്കേ. നിന്റെ കളിക്കുഞ്ഞല്ല കേട്ടോ, നിന്റെ കളിക്കുഞ്ഞല്ല. പോരാ പോരാ. ശരിക്കും നാരാജ് എന്തോ ഒരു ശക്തിയെ വ്യാപരിക്കുന്നത് അറിയാമോ? ശ്രദ്ധിച്ച്, എനിക്ക് ഈ വിഷയം ഇന്ന് പൂർത്തീകരിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അടുത്ത ആഴ്ചത്തോളം ഇന്ന് ഇത് പൂർത്തീകരിക്കാൻ ഞാൻ വന്നതാ. പക്ഷെ പരിശുദ്ധം വേറെ ലെവലിൽ കൊണ്ടുപോവുക. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചോട്ടോടെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം. ചൊവ്വാഴ്ചത്തെ റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മുടെ വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം, ഈ രാജ്യത്തെ അടക്കി വാഴുന്നത് നമ്മുടെ ദൈവമാണ്. ഓ, നമ്മുടെ ദൈവമാണ്, നമ്മുടെ ദൈവമാണ്. സോഷ്യൽ മീഡിയ കണ്ടും ടി വി കേട്ടും പത്രം കണ്ടും നീ ഞെട്ടല്ലേ, ഞെട്ടുന്ന വാർത്ത വന്നാലും എൻ്റെ ദൈവം അതിൻ്റെ മേളിലാണ്, എൻ്റെ ദൈവം അതിൻ്റെ മേളിലാണ്. ഇതിനെ കൺട്രോൾ ചെയ്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഓറാ ബല ദല രക്ഷസേ, യേശുവിൻ്റെ നാമത്തിൽ ഓറാ റബ 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 റിബല റജല റൗഡബ രക്ഷസേ. ചില അന്ധകാര ശക്തികൾ ഇന്ന് ഭാരക്കാലം യേശുവിൻ്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. ഓ റബ റബ, നിങ്ങളുടെ മേലെ ശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. നമ്മുടെ ദൈവം ശക്തനാ, അവൻ വല്ലഭനാ, അവൻ സർവ്വവ്യാപിയാ, അവൻ സർവശക്തനാ. അവനെപ്പോൾ ആരുമില്ല, അവനൊപ്പം പറയാൻ ആരുമില്ല. സ്തോത്രം. കഴിഞ്ഞ ഞാൻ പ്രസംഗിച്ചു, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് നിലത്ത് വീണത് എങ്ങനെ? നീ ദൈവത്തോട് സമനാകും, അതിന് മേൽ ഞാൻ എൻ്റെ സിംഹാസനം ഇടുമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ആമേൻ ആ അരുണോദയപുത്രനെ ഒറ്റ സെക്കൻഡ് വെട്ടി താഴെയിട്ടെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ പരമാധികാരം ഉപയോഗിക്കാൻ സമയമായി. എത്ര ഉന്നതനും ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അരുണോദയപുത്രന്മാരെ ശുക്രന്മാരെ ചിലത് താഴെ വീഴാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഓരോ പട്ടണങ്ങൾ, ഓരോ സ്റ്റേറ്റ്, ഓരോ ഗ്രാമങ്ങൾ, ഓരോ മുനിസിപ്പാലിറ്റി, ഓരോ പഞ്ചായത്ത്, ഓരോ വാർഡ്, ഓരോ വീട് യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തികൾ നിറയാൻ പോകുകയാണ്. ധ്യാനം കൊണ്ട് തീരുന്നതല്ല ഇത് അഭിഷേകത്തെ നിലനിൽക്കുന്നതാണ്. ഏതു ധ്യാനത്തെയും മറിച്ചിടാൻ അഭിഷേകത്തിന് കഴിയും. ശ്രദ്ധിച്ചു കേട്ടോ, ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പ് ദാഗോനെ കൊണ്ട് നിർത്തി. ആമേൻ. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ദാഗോൻ മറിഞ്ഞു കിടക്കുന്നു. ദാഗോൻ മറിഞ്ഞു കിടക്കുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിൽ മനുഷ്യൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു ദാഗോനും നേരെ നിൽക്കത്തില്ല. മനസ്സിലായാലും മാത്രം കൈ അടിച്ച് സ്തോത്രം പറ. ഓ, ഒരു ദാഗോനും നേരെ നിൽക്കത്തില്ല. ഒരു ദാഗോനും നേരെ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ അത് ആത്മാവിൽ കാണണം കേട്ടോ, ആത്മാവിൽ കാണണം.
എവര് വിചാരിച്ചു ഈ ദാഗോനെ കൊണ്ട് നിർത്തേണ്ട അകത്താണ്ട് മിസ്റ്റേക്ക് വന്നതാ. ഞാൻ ഈ പൗരുഷനൊക്കെ പ്രസംഗിക്കാൻ ഈ പോഡിയമാണ് നിൽക്കും. പോഡിയം ചിലപ്പോൾ ഒരു ചെറിയ ആട്ടം ഉണ്ടാകുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് അതിൻ്റെ അടിയിൽ കൊണ്ടുവന്നൊരു ചെറിയ പേപ്പർ കൊണ്ട് വെച്ചിട്ട് ഉറപ്പിക്കും, എന്തായാലും നമ്മൾ പ്രസംഗം കുലുങ്ങാതിരിക്കാനായിട്ട്. ഇതുപോലെ എവർ വിചാരിച്ചു ദാഗോൻ താഴെ പോയതുകൊണ്ട് ബാലൻസ് തെറ്റിപ്പോയതെന്ന് വിചാരിച്ച് എവർ ശരിക്കും കൊണ്ട് നിർത്തി. ഇന്നലെ വെച്ചതൊക്കാഞ്ഞുകൊണ്ടാണ് ഇന്നവനെ ശരിക്കും നിർത്തിയേക്കാം. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ കൈയില്ല, കായുമില്ല, മൂക്കുമില്ല, ചെവിയില്ല, എല്ലാം തകർന്നു കിടക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നീ വെച്ചതിൻ്റെ കുഴപ്പമല്ല, ദൈവം ഇറങ്ങി വന്ന ഒറ്റ വാക്ക് ഞാൻ ദൂത് പറയുക. ഇതൊന്നും ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടൊന്നുമല്ല, ദൈവം പറയിപ്പിക്കുന്ന കാര്യം ഞാൻ മാത്രം പറയുക. ശ്രദ്ധിച്ചു കേട്ടോ. സ്തോത്രം. നിനക്കെതിരെ പോരാടുന്ന ഏത് ശക്തിയെയും, ഇന്ത്യക്കെതിരായി പോരാടുന്ന ഏത് ശക്തിയെയും, ദേവദാസന്മാർക്ക് സുവിശേഷകരെക്കെതിരെയും പോരാടുന്ന ഏത് ശക്തിയെയും ഒറ്റ സെക്കൻഡ് തൊട്ട് ദാഗോൻ പൊടിഞ്ഞതുപോലെ അതിനെ പൊടിച്ചിടാൻ കഴിയുന്ന, തവിട്ട് പൊടിയാക്കാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെ നമ്മൾ സേവിക്കുന്നെന്ന് ഇന്ന് ഇവിടെയുള്ള ദൈവമൊക്കെ തിരിച്ചറിഞ്ഞ് വേണം ദൈവത്തെ ആരാധിക്കാൻ. നമ്മൾ മൂഢസ്വർഗത്തിലല്ല, നമ്മൾ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ചിറകിന്റെ കീഴില. ഇവിടെ 60 മുഴം ഉയരമുള്ള കഴുകുമരത്തെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന മോർദെഖായിയെ തൂക്കിക്കളയുമെന്ന് പത്രത്തിൽ പരസ്യം കൊടുത്ത്, ആമേൻ, ആധാർ മാസം 13-ാം തീയതി അവനെ മാത്രമല്ല സകല യഹൂദരുടെ കൂട്ടത്തിൽ ഒരു മസാലയായിട്ട് കൊന്നുകളയെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത ഹാമാനെ, നിനക്കറിയാമോ ഉപവാസത്തിന്റെ വില? നിനക്കറിയാമോ പ്രാർത്ഥനയുടെ വില? നിനക്കറിയാമോ വിശുദ്ധന്റെ വില? അവൻ ആരാന്നറിയാമോ? അവൻ യഹൂദനാ, അവൻ ദൈവത്തിന്റെ പൈതലാ. രാവിലെ പ്രിയ ബിജു ഇവിടെ പാട്ട് പാടിയപ്പം പറഞ്ഞു കേട്ടായിരുന്നോ യഹൂദ ഗോത്രത്തിന്റെ ക്വാളിറ്റി? അമ്മേൻ, യഹൂദ ഗോത്രം പറഞ്ഞ ചുമ്മാതൊന്നുമില്ല കേട്ടോ. അവൻ ബാലസിംഹമാ, പതുങ്ങിക്കിടക്കും, സമയം മുമ്പ് ഇര പിടിക്കും. ആമേൻ. അവൻ്റെ കയ്യിലെ ചെങ്കോല്, അവൻ്റെ കയ്യിലെ രാജമുടി, അവന് അഭിഷേകം. യുദ്ധത്തിന് ആര് പോകണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു യഹൂദ പോയാൽ മതി, രൂപൻ വേണ്ട, ശിമ്യോൻ വേണ്ട, ലേവി വേണ്ട, യഹൂദ പോയാൽ മതി. പ്രാർത്ഥിക്കുന്ന പോയാൽ മതി, ഉപവസിക്കുന്ന പോയാൽ മതി, ആരാധിക്കുന്ന പോയാൽ മതി. ഓ ഓ റബല റബല റൗഡബ രക്ഷസേ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ശ്രദ്ധിച്ച് 24 മണിക്കൂർ ഉറങ്ങുകയും 6 പ്രാവശ്യം വരെ 8 പ്രാവശ്യം കഴിച്ചുകൊണ്ട് നടക്കുകയും വട്ടം കറങ്ങി നടക്കുകയും സോഷ്യൽ മീഡിയയിൽ തപ്പി നടക്കുകയും തെക്കോട്ടും മടങ്ങി നടക്കുന്ന നീയല്ല യുദ്ധത്തിന് പോണ്ടത്. മുട്ടുമടക്കുന്നവനാ, ഉപവസിക്കുന്നവനാ, പ്രാർത്ഥിക്കുന്നവനാ, അഭിഷേകമുള്ളവനാ. നീ നടക്കുമ്പോൾ വിടുതലുണ്ടാകും, നിഴല് തട്ടുമ്പോൾ വിടുതലുണ്ടാകും, നീ കൈപൊക്കുമ്പോൾ വിടുതലുണ്ടാകും. തീ ആമേൻ കത്തുമ്പോൾ മെഴുകുരുകുന്ന പോലെ, വെയിൽ ഉറയ്ക്കുമ്പോൾ മഞ്ഞ് ഉരുകി മാറുന്നത് പോലെ നീ നടന്നു പോകുമ്പോൾ വിടുതലാണ്. ഇതുപോലെ ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആത്മാവിന്റെ ശക്തിയിൽ ഒറ്റക്കെട്ടായി ആരാധിക്കുമ്പോൾ ഇന്ത്യ നമ്മുടെ കയ്യിൽ ദൈവം തരും. ലാബാന്റെ വീട്ടിൽ ചെന്നപ്പം മുതലുള്ള പോരാട്ടമാണ് യാക്കോബിന് ലാബാനെ കണ്ടുള്ളത്. പക്ഷെ അതിനേക്കാൾ പഴയൊരു പോരാട്ടമുണ്ട്, യാക്കോബിനോളം പ്രായമുള്ള. ആമേൻ. സെയിം ഡേറ്റ് ഓഫ് ബർത്ത്. അറിയാ യാക്കോബിൻ്റെ സെയിം ഡേറ്റ് ഓഫ് ബർത്ത്. സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ പുറത്ത് വന്നു. ആദ്യം ആരാ വന്നേ? പറ. അതുകൊണ്ടാണ് യേശു മൂത്ത ആളായത്.
അപ്പം ജനിച്ചപ്പോൾ മുതലുള്ള ഒരു പോരാട്ടമാണ് ആരെ? ഏശാവ്. ഇപ്പോഴും ആ ഭയം അകത്ത് കിടക്കുക. ഇവൻ്റെ കയ്യിലിരിപ്പുണ്ട്, അത് ഉണ്ടായത്. എന്നാലും ഇപ്പോഴും ഭയം അകത്ത് കിടക്കുക, ഭയം. യാക്കോബ് തിരിച്ചു വരണമെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ചിന്ത പറയുക, 20 വർഷങ്ങളിൽ പോകാൻ തന്നെ കാര്യം ഏശാവിനെ പേടിച്ച അല്ലേ? നമുക്ക് ചില കാര്യങ്ങൾക്ക് ഈ ചിലടത്ത് പോകാൻ പേടിയോ. ചിലപ്പോൾ അവൾ എന്നാ പറയുന്നത് എങ്ങനെ അറിയുന്നത്? ഒരു ഗ്യാരണ്ടി ഇല്ല. അത് ഫേസ് ഉള്ള കഴിവ് എനിക്ക് ഇല്ല. അതുകൊണ്ട് പോകുന്നതൊക്കെ നല്ലത് പോകാതെ ഇരിക്കുന്നത്. ഇവൻ ഇത്ര ലേറ്റ് ആകാൻ തന്നെ കാര്യം ഈ ഏശാവാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഏശാവിനെ പേടിച്ച് നിങ്ങളെ ഭാഗം ഒന്ന് വായിക്കണം. എന്നെ ഭയമായി യാക്കോബിന്, ഏശാവിന് എന്നെ പേടിയാ. അതിൻ്റെ 4 പേടി നമ്മുടെ പിള്ളേർക്ക് പോകണ്ടായിരുന്നു. എത്ര നല്ലതായിരുന്നു ഞാൻ ഓർക്കാറുണ്ട്. എല്ലാം പോയി, പേടിയെല്ലാം പോയി. അപ്പോൾ ഞാൻ വിഷയം പറഞ്ഞ് ആ ഭാഗത്ത് നീങ്ങുന്നില്ല. അപ്പോൾ ആ ഭയത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി യാക്കോബിൻ്റെ വകയായിട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. കുറച്ച് സമ്പത്തുകളെ മാടുകളെ റാലിയായിട്ട് കൊണ്ട് ഏശാവിന് കൊടുക്കാനായിട്ട് എല്ലാം കൂടെ നിർത്തി. പക്ഷേ ദൈവം അതിന് മേളിൽ പ്രവർത്തിച്ചു. ഏശാവിൻ്റെ ഹൃദയത്തെ ദൈവം തണുപ്പിച്ചു. ശ്രദ്ധിച്ചു കേട്ടോണം. കൃത്യച്ച് കൊല്ലുവാൻ വരുമെന്ന് വിചാരിച്ച ഏശാവ് കുഞ്ഞാട് പോലായി. ഇന്ന് ശാന്തമായി പറയുക, നീ വളരെ ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾ, ഞെട്ടി ഉണരുമ്പോൾ നിന്നെ കീഴ്പ്പെടുത്തുന്ന വിഷയങ്ങൾ, ആ വിഷയം മൂലമായി നീ തന്നെ ടെൻഷനായി അതിൻ്റെ കാലുകൾക്ക് കൈകൾക്കും പെരുപ്പും വേദനമേ നടുവിനെ ഉദരത്തെ നെഞ്ചിനെ വരെ കെട്ടിയിട്ടിരിക്കുക വർഷങ്ങളോളം. അത് ഭയത്തിൽ നിന്നുണ്ടായതാണ്, അത് മനസ്സിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതൊരു ആമേന് ഏശാവിൻ്റെ ശക്തിയാണ്. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള ദൂത് കേട്ടോ, നിന്നെ കാണുമ്പോൾ അവൻ്റെ മനസ്സ് ദൈവം തണുപ്പിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ മുട്ടുമടക്കുമ്പോൾ ദൂരെ ദൈവം ചിലത് തണുപ്പിക്കാൻ പോകുകയാണ്. ചൂടത്ത് ഐസ് കട്ട എടുത്ത് നീ വായിലിടുമ്പോൾ കിട്ടുന്ന തണുപ്പ് പോലെ നിന്റെ ജീവിതത്തിൽ തണുപ്പ് ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാണ്. റബലതല രക്ഷസേ. നാളുകളായ ഭയത്തിൻ്റെ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട ചില ശരീരങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് രോഗമല്ല ആൻറ്റി, അങ്കിളി, അത് രോഗമല്ല, അത് കെട്ടാ. ഇന്ന് ആ ഭയത്തിൻ്റെ കെട്ടഴിഞ്ഞാൽ നിന്റെ കെട്ട് പൊട്ടും. യേശുവിൻ്റെ നാമത്തിൽ ജയം. റബ രക്ഷസേ. എല്ലാവരും സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ. ഒരു വലിയ കെട്ട് പൊട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ ബാക്കി ഞാൻ പിന്നെ സംസാരിക്കാം. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ജയം. ചിലർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോട്ടോണ്. ഒരു സ്പെഷ്യലായ കാര്യമാണ് പറയുന്നത്. നാളുകളായി നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടി ഓർക്കും തോറും ഭയത്തിൻ്റെ ആത്മാവ് കൊണ്ടുവന്ന് നിന്റെ ശരീരത്തെ മുഴുവൻ ബന്ധിച്ചൊതുക്കി അത് രോഗമാക്കി മാറ്റി. നിന്നിൽ മാത്രമല്ല, കുടുംബത്തിൻ്റെ അകത്തും മൊത്തത്തിലും തലമുറയിലും വ്യാപരിച്ച് നിന്റെ ആത്മീയത്തെ വട്ടം കെട്ടി നിന്നെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ചില ദുഷ്ടശക്തികൾ ഇന്ന് വാണോണ്ടിരിക്കുക. പക്ഷേ ഇന്നത്തെ ആരാധനയിൽ ഈ വചനത്തിന് മുമ്പിൽ ലാബാന്യ ശക്തിയെ തകർത്ത ദൈവം ഏശാവ്യ ശക്തികളെയും തകർക്കും. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും കൈ അടിച്ചെന്ന് സ്തോത്രം പറഞ്ഞ കൈ അടിച്ച്. ആരും കൈ അടിക്കാതിരിക്കല്ലേ പ്ലീസ്. ആരും കൈ അടിക്കാതിരിക്കല്ലേ പ്ലീസ്. ആരും കണ്ണ് തുറക്കല്ലേ പ്ലീസ്. ആരും കണ്ണ് തുറക്കല്ലേ. കണ്ണടച്ച് കൈ അടിച്ച് ആ ശക്തി ഒന്ന് പുറത്ത് പോട്ടെ.
റബ 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 യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ സഭയിൽ നമ്മൾ ചെയ്തൊരു പ്രത്യേക